പുലർച്ചെ 4:30 മണിയാണ് സമയം. കഴിഞ്ഞ ദിവസത്തെ ഡിന്നറിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് തുടങ്ങി വെച്ചൊരു ഡിസ്കഷനായിരുന്നു സൈക്കിൾ റൈസിനെ കുറിച്ചിട്ട്. ഏകദേശം 4:30 വരെ നീണ്ടു നിന്ന ആ ഡിസ്കഷൻ അവസാനിക്കുന്ന ഒരൊറ്റ ക്വസ്റ്റ്യനിലാണ്, നമുക്കിന്നാ ഇപ്പോൾ എവിടെയെങ്കിലും പോയാലോ. എന്തോ കേൾക്കാൻ കാത്തു നിന്ന പോലെയായിരുന്നു എല്ലാവരും പെട്ടെന്ന് റെഡിയായി സൈക്കിളൊക്കെ എടുത്ത് ഓൾ സെറ്റായി ഇറങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഈ റൈഡിന് വരുന്നത് എൻ്റെ റൂംമേറ്റ്സ് ആയ അക്ഷയും റുബീനുമാണ്. ഞങ്ങൾ 3 പേരുമാണ് ഈ സൈക്കിൾ റൈഡ്സൊക്കെ പ്ലാൻ ചെയ്തതും സൈക്കിൾ വാങ്ങിയതും ഓൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി ട്രാവൽ ചെയ്യാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ UK സമ്മർ ആയതുകൊണ്ട് തന്നെ പരമാവധി എൻജോയ് ചെയ്യുക, പരമാവധി റൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്. കാരണം വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സൈക്കിൾ റൈഡ് ചെയ്യൽ. അപ്പോൾ ഇന്നിപ്പോൾ പുലർച്ചെ ആയതുകൊണ്ടും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായതുകൊണ്ടും നല്ല രസമുണ്ട് സൈക്കിൾ റൈഡ് ചെയ്യാൻ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്ത് ഒരു 1 hour ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലമാണ്, പ്രോസ്പെറി ടോപ്പിങ്സ്. ഇവിടെ മിഡിൽസ്ബ്രോയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടൊരു സ്ഥലമാണ്. ഏകദേശം ഒരു 1200 feet ഉയരത്തിലുള്ള ഒരു ചെറിയ ഹിൽ ടോപ്പാണ് ഈ റോസ്ബെറി ഹിൽസ്. അപ്പോൾ ആ പോകുന്ന റൂട്ടും ഈ ഹിൽസിൻ്റെ അങ്ങോട്ട് കയറുമ്പം ഒരു 1 mile ഒരു ഫോറസ്റ്റ് റൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനി അധികം സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ ഡെസ്റ്റിനേഷനിൽ പോയി നോക്കാം. ഐ ഹോപ്പ് നിങ്ങൾ വിഷ്വൽസൊക്കെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു ഫോറസ്റ്റ് റൂട്ട്, ഗിസ്ബോറോ. ഇവിടെ ആക്ച്വലി വോക്ക് വേ നടക്കുന്നവർക്കൊരു സെപ്പറേറ്റ് റൂട്ടും സൈക്കിളിലും ഹോഴ്സ് റൈഡൊക്കെ പോകുന്നവർക്കൊരു വേറൊരു റൂട്ടുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വളരെ നേരത്തെ ആയതുകൊണ്ട് ഇവരുടെ മെയിൻ വിസിറ്റർ സെൻ്ററൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കുക. പിന്നെ റൂട്ട് മാപ്പൊക്കെ പ്രത്യേകം ഇവർ മെൻഷൻ ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വാക്ക് വേൻ്റെ അതോറിറ്റി ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ കൊടുന്നിട്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റോ എന്തോ ആക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും ഓപ്പൺ അല്ല. അങ്ങനെ ഞങ്ങൾ പതിയെ കാടിൻ്റെ അകത്തേക്ക് നടന്നു തുടങ്ങി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലും തോറും ഈ പക്ഷികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇവരെന്നെ പറയുന്നുണ്ട് അറൗണ്ട് 40 species ഓഫ് ബേർഡ്സ് ഇതിനകത്തുണ്ടെന്ന്. ഞാനാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഈ നാച്ചുറലി റിസോഴ്സ്ഡ് ഏരിയാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഓരോ ഏരിയാസ് ഇങ്ങനെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ നടന്നു.
അങ്ങനെ നമ്മളെ ഫോറസ്റ്റ് റൂട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു വില്ലേജിലേക്കാണ്. കുറച്ച് കർഷകരും സാധാരണക്കാരൊക്കെ ഉള്ളൊരു വില്ലേജ്. ഭയങ്കര രസമുള്ള ക്വയറ്റായിട്ടുള്ളൊരു വില്ലേജ്. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഏരിയാസിനെ കൺട്രി സൈഡ് എന്നാണ് പറയാം. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ഫോറസ്റ്റിലേക്ക് കയറാനുണ്ട്. വീണ്ടും ഒരു എൻട്രി ഉണ്ട് ഫോറസ്റ്റിലേക്ക്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. റൈറ്റ് സൈഡിൽ മൊത്തം ഗോതമ്പ് കൃഷിയാണ്. ഇങ്ങനെ പരന്ന് കിടക്കുക, ഒരു ഇളം ഗോൾഡൻ കളറിൽ. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു അത്. ഇപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ ഏരിയാസിൽ, ഇപ്പോൾ UK ചില കൺട്രീസിലാണെങ്കിലൊക്കെ അവരുടെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്ന് റിട്ടയർഡ് ചെയ്യുമ്പം കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഏരിയാസാണ് ഇത്തരത്തിലുള്ള കൺട്രി സൈഡ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, കുറച്ച് നല്ല ശുദ്ധവായും ഭയങ്കരമായിട്ട് പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ഏരിയാസിൽ വന്ന് സെറ്റിൽഡ് ആവും അവർ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ കുറച്ച് കർഷകരും. അപ്പം ഇതാണ് സെക്കൻഡ് എൻട്രി ഫോറസ്റ്റിനകത്തേക്കുള്ള. ഒരാളിവിടെ ഭയങ്കര വ്ളോഗിങ്ങാണ്. നിങ്ങൾ കേൾക്കേണ്ട ഒരു സംഭവം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അവസാനം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി. റോസ്ബെറി ടോപ്പിങ്സ്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു ആക്ച്വലി. അവിടെ എത്തിയ സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടല്ലോ. ഇപ്പോൾ റുബീൻ്റെ കുറച്ച് ഫോട്ടോ പോസിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഞങ്ങൾ മെല്ലെ ആ മലയുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി. നടന്ന് നീങ്ങും തോറും വ്യൂ ഒക്കെ ചെറിയ രീതിയിൽ മാറി തുടങ്ങി. ഭയങ്കരമായി മൂടൽ മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു പച്ചപ്പരവതാനി വിരിച്ച പോലെ ഭയങ്കര രസമുള്ളൊരു വ്യൂ. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായ വേറൊരു കാര്യമാണ്, ഇവിടെ കാഴ്ചക്കാർ മാത്രമല്ല വരുന്നത്. സൈക്കിളിൽ ഇത്തരത്തിൽ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്നവരും നിത്യജീവിത എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഇങ്ങോട്ട് വരുന്നവരും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഞങ്ങൾ സൈക്കിളൊക്കെ താഴെ ലോക്ക് ചെയ്തിട്ട് പതിയെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. വലിയ അഡ്വഞ്ചറസ് ട്രക്കിംഗ് ഒന്നും അല്ല, ഭയങ്കര ഈസി ആയിട്ട് കയറി പോകാൻ വിധത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഹില്ലിനെ ഒരുക്കിയിട്ടുണ്ട്, സ്റ്റെപ്പുകളൊക്കെ പണിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിന് ഇവിടുത്തെ ഗവൺമെൻറ് ബെസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതൊരു ചെറിയ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മെയിൻ്റെനൻസ് നടക്കും. അങ്ങനെ ഇരിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞാനവിടെ ഇരിപ്പുറപ്പിച്ചു. അവിടെ ഇരുന്ന് ഒരുപാട് നേരം ആ മലയുടെ മുകളിലത്തെ കാഴ്ചകൾ ആസ്വദിച്ചു. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി.
ഏകദേശം 1-2 മണിക്കൂർ സൈക്കിൾ ചെയ്തും സൈക്കിൾ തള്ളിയും ഈ ഹില്ല് ട്രക്ക് ചെയ്ത് മുകളിൽ കയറിയിട്ട് ഈ കാഴ്ച കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങിങ്ങായിട്ട് കുറച്ച് വീടുകളും അതിന് ചുറ്റും ഏക്കർ കണക്കിന് സ്ഥലത്തിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങ് ദൂരെ നമുക്ക് സമുദ്രം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ കാഴ്ചയൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അതൊക്കെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സമയം ചെലവഴിച്ചു. അവിടെ ഇരുന്ന് കുറേ കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പക്ഷെ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അവസാനം ഒരു സുന്ദരമായ പ്രഭാതം കിട്ടിയെന്ന സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആ മല ഇറങ്ങി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന്. എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും.